ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പേടകത്തിലേറി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. ചില രാജ്യങ്ങളൊക്കെ ചൊവ്വാഗ്രഹത്തിലേക്ക് പോകുന്നു, അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. അമേരിക്ക വിക്ഷേപിച്ച വോയേജർ സോളാർ സിസ്റ്റവും കടന്ന് വെളിയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി സ്പേസ് മിഷനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചൈന തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ വലിയൊരു കുഴി കുഴിച്ച് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത ചില രഹസ്യങ്ങൾ കൂടി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ലോകത്തെ പോലും കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന അമൂല്യമായിട്ടുള്ള ഒരു വലിയ നിധി തന്നെ അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ നിധി കരസ്ഥമാക്കാൻ വേണ്ടി കൂടിയാണ് അവർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്ക് വളരെ വിശദമായിട്ട് ഈ പദ്ധതിയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. 2021 ഡീപ്പ് എർത്ത് എക്സ്പ്ലോറേഷൻ ഇനീഷ്യേറ്റീവ് എന്ന പേരിലാണ് ഈ പദ്ധതി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഒരൊറ്റ കുഴി കുഴിക്കുക എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ 2 കുഴികൾ കുഴിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ആദ്യ കുഴിയുടെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ചൈനയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിച്ചുവാൻ ബേസിനിലാണ് ആദ്യത്തെ ഗർത്തം കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഴം ഏതാണ്ട് 9 കിലോമീറ്റർ ആണ്. ഇപ്പോൾ 9 കിലോമീറ്റർ ആയിട്ടില്ല, പക്ഷേ 9 കിലോമീറ്റർ താഴ്ചയുള്ള ഒരു ഗർത്തം കുഴിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ മൗണ്ട് എവറസ്റ്റിന് ഏതാണ്ട് അത്രയും തന്നെ ഉയരമാണുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ഗർത്തമാണ് അവരവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതിനു പുറമെ ചൈനയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടെറൈൻ ബേസിൽ കുറെ കൂടെ ആഴമുള്ള ഒരു ഗർത്തം കുഴിക്കാനാണ് അവർ പദ്ധതിയിടുന്നത്. ഇതിന് ഏതാണ്ട് 11 കിലോമീറ്ററോളം താഴ്ച വരുന്നതാണ്. പക്ഷേ ഇത് രണ്ടുമായിരിക്കില്ല മനുഷ്യർ ഇതുവരെ കുഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമുള്ള ഗർത്തം. ആ ഗർത്തം ശരിക്കും കുഴിച്ചിട്ടുള്ളത് സോവിയറ്റ് യൂണിയനാണ്. 1970 തുടങ്ങി 1990കളുടെ തുടക്കഘട്ടം വരെ നീണ്ടുനിന്ന വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയിലൂടെ കുഴിച്ച ഗർത്തം ഇപ്പോഴും അതേപടി ഉണ്ട്. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് മാത്രം. ആ ഗർത്തത്തിൻ്റെ പേര് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. കോള സൂപ്പർ ഡീപ്പാണത്. ചൈന എന്തിനാണ് ഇത്രയധികം പണം ചെലവഴിച്ച് ഇത്രയും ആഴത്തിലുള്ള ഗർത്തങ്ങൾ കുഴിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുമുണ്ട്. പ്രധാനമായിട്ടും പഠനങ്ങൾ നടത്തുക, ഭൂമിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയ അളവിലുള്ള ജിയോ തെർമൽ ഊർജ്ജത്തെ എടുത്ത് അത് ചൈനയുടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജ ആവശ്യത്തിന് പരിഹാരമാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഒരു ഗർത്തമുണ്ടാക്കി പോകുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ലെയറുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ ലെയറുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പഴക്കമാണ് ഉള്ളത്. ഉള്ളിലേക്ക് പോകും തോറും അതിൻ്റെ പഴക്കം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ വലിയൊരു ഗർത്തം ഉണ്ടാക്കി ഉള്ളിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ലെയർ ഒരു 3 കിലോമീറ്ററിന് ശേഷമാണ് ആ ലെയർ കാണുന്നതെന്ന് എടുക്കാം. ആ ലെയറിൽ ഒരുപക്ഷെ നമുക്ക് ചില ഫോസിലുകൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരാം. വ്യത്യസ്തമായിട്ടുള്ള ചില പാറകൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരാം. ആ പാറകളൊക്കെ ഒരു നിശ്ചിത വർഷം പഴക്കമുള്ളവയാണ്. അവിടെ കണ്ടെത്തിയിരിക്കുന്ന ഫോസിലിന് കാരണമായിട്ടുള്ള ജീവി, ആ ജീവി കുറേയധികം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയാണ്. അവിടെ നിന്ന് പിന്നെയും കുഴിച്ചു പോകുമ്പോൾ ഇതിനേക്കാൾ പഴക്കമുള്ള പാറയും ഇതിനേക്കാൾ പഴക്കമുള്ള ഫോസിലുകളുമൊക്കെ ആയിരിക്കും നമുക്ക് ലഭ്യമാവുക. ചുരുക്കത്തിൽ ഭൂമിയുടെ എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിർവചിക്കുന്ന കുറേയധികം തിയറികളുണ്ട്. അതിൽ ചില തിയറികൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല. ഇവിടെ നിന്ന് ലഭ്യമാകുന്ന ഈ തെളിവുകൾ ഒരുപക്ഷേ ഭൂമിയുടെ എവല്യൂഷനെക്കുറിച്ചുള്ള നമ്മുടെ തിയറികളെ പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള തെളിവുകൾ തന്നെ ആയിരിക്കാം. ഇതിനെല്ലാം പുറമെ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോൾക്കാനിക് ഇറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡീറ്റെയിലുകളും നമുക്ക് ലഭ്യമാകുന്നതാണ്. ആധുനിക ശാസ്ത്രം പോലും തോറ്റു പോകുന്നത് ഭൂകമ്പത്തിൻ്റെ മുൻപിലാണ്. ഭൂകമ്പം കൃത്യമായിട്ട് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് നിർവചിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. സുനാമി നമുക്ക് മുൻകൂട്ടി നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഭൂകമ്പം ഉണ്ടായതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു സുനാമി ഉണ്ടാകുന്നത്. ഭൂകമ്പം ഉണ്ടായതിനു ശേഷം മാത്രം സുനാമി ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കരകളിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ നമുക്ക് അനായാസമായിട്ട് നിർണ്ണയിക്കാൻ സാധ്യമാകുന്നത്. പക്ഷേ ഭൂകമ്പം എപ്പോൾ ഉണ്ടാകുമെന്ന് പറയാൻ സാധ്യമാകുന്നില്ല. ഇത്തരത്തിലുള്ള പഠനങ്ങൾ അത് നമ്മളെ സഹായിക്കുന്നതാണ്. ശരിക്കും ഭൂകമ്പത്തിന് പിന്നിലുള്ള കാരണങ്ങൾ പോലും മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. ഭൂകമ്പത്തിൻ്റെ കാരണമായിട്ടുള്ള പ്ലേറ്റ് ടെക്ടോണിക് ചലനങ്ങൾ, ആ ചലനങ്ങളുടെ തെളിവുകളൊക്കെ തന്നെയും നമുക്ക് ആദ്യമായിട്ട് ലഭ്യമായത് വർഷങ്ങൾക്ക് മുൻപ് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചിട്ടുള്ള ആ വലിയ ഗർത്തത്തിൽ നിന്ന് തന്നെയാണ്.
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധ്യമായി. ടെക്ടോണിക്സ് എന്ന് പറയുന്നത് വെറും തിയറി മാത്രമായിരുന്നത് പിന്നീട് പ്രാക്ടിക്കലിയും ശരിയാണെന്ന് തെളിയിച്ചത് അത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ തന്നെ ആയിരുന്നു. അതിനു പുറമെ വളരെയധികം ആഴങ്ങളിൽ പോലും ജലത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും സാന്നിധ്യം ഉണ്ടെന്ന് തെളിയിക്കാനും ആ പഠനത്തിന് സാധ്യമായി. അതിനു മുൻപ് നമ്മൾ കരുതിയിരുന്നത് ഒരിക്കലും ജലത്തിനും ഹൈഡ്രജനും അത്രയധികം ആഴത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നായിരുന്നു. എന്നാൽ അത് തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനു പുറമെ മൈക്രോസ്കോപ്പിക് പ്ലാങ്ക്ടനുകളുടെ ഫോസിലുകൾ കണ്ടെത്താൻ പോലും സാധ്യമായി, അതും 6 കിലോമീറ്റർ താഴ്ചയിൽ. അത്രയും താഴ്ചയിൽ അത്തരത്തിലുള്ള ഫോസിൽ ലഭ്യമാകുമെന്ന് ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ ഗർത്തങ്ങളൊന്നും തന്നെ എത്തിച്ചേരാത്ത ഭൂമിയുടെ ഒരു വലിയ ഭാഗമുണ്ട്. മാൻഡിൽ എന്ന പേര് കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് കോർ എന്ന പ്രദേശം കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഔട്ടർ കോർ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് മാൻഡിൽ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കാണുന്ന ക്രസ്റ്റ് ഉള്ളത്. ഈ കുഴിക്കുന്ന ഗർത്തങ്ങളൊക്കെ തന്നെയും ഭൂമിയുടെ ക്രസ്റ്റിൽ തന്നെയാണ് അവസാനിക്കുന്നത്. പക്ഷേ മാൻഡിലാണ് ഭൂമിയുടെ ഏറ്റവും കൂടുതൽ സ്ഥലത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. ഭൂമിയുടെ മൊത്തത്തിലുള്ള വോള്യൂം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 84% ഈ പറയുന്ന മാൻഡിൽ തന്നെയാണ്. ആ മാൻഡിലിൽ പോയി അവിടെ നിന്നും നമുക്കൊരു പാറ കരസ്ഥമാക്കാൻ സാധ്യമായാലോ? അങ്ങനെയാണെങ്കിൽ അത് ശാസ്ത്രം കൈവരിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് തന്നെ മാറുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചന്ദ്രനിൽ പോയി അവിടെ നിന്നും ഒരു പാറ കളക്ട് ചെയ്തിരുന്നല്ലോ. അത് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെ ആയിരുന്നു. അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരു കണ്ടെത്തലായിരിക്കും ഇത്തരത്തിൽ മാൻഡിലിൽ നിന്നും ഒരു പാറ എടുക്കുക എന്നത്. ആ മാൻഡിലിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധ്യമായത്? അവിടേക്ക് ആരും പോയിട്ടില്ല, അവിടെ നിന്ന് പാറകളൊന്നും കളക്ട് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ മാൻഡിലുണ്ടെന്നും അത് 84% അതിൻ്റെ ഉള്ളിൽ കോറുണ്ടെന്നും ഔട്ടർ കോറുണ്ടെന്നും എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധ്യമായത്? ഈ കോറിൽ അടങ്ങിയിരിക്കുന്നത് അയണും നിക്കലുമാണെന്ന് പോലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് സീസ്മിക് പഠനമാണ്. ഭൂകമ്പം തന്നെയാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് ഭൂമിയുടെ ഉള്ളിലൂടെ സഞ്ചരിച്ചാണ് പ്രതലത്തിലേക്ക് എത്തിച്ചേരുന്നത്. 2 രീതിയിൽ എത്തിച്ചേരാറുണ്ട്. ഒന്ന് പ്രൈമറി വേവ്സ് ആയിട്ട് എത്തിച്ചേരാറുണ്ട്, മറ്റൊന്ന് സെക്കൻഡറി വേവ്സ് ആയിട്ട് എത്തിച്ചേരാറുണ്ട്. ഭൂകമ്പം നേരിട്ട് ആ തരംഗമായിട്ട് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അത് പ്രൈമറി വേവായിട്ട് മാറുന്നത്. അത് മറ്റെവിടെ നിന്നെങ്കിലും റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് സെക്കൻഡറി വേവായിട്ട് മാറുകയാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ തരംഗത്തെ ലഭ്യമാവുകയും അതിൽ പഠനങ്ങൾ നടത്തിയിട്ടുമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭൂമിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനു പുറമെ ഭൂമിക്ക് ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയവുമുണ്ട്. എങ്ങനെയാണ് ഭൂമിക്ക് കാന്തിക വലയം ഉണ്ടാകുന്നത്? അതുണ്ടാകണമെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ മോൾട്ടൈൻ രൂപത്തിലുള്ള, അതായത് ഉരുകി ഒലിക്കുന്ന രൂപത്തിലുള്ള ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ പല സ്ഥലങ്ങളിലായിട്ട് കൃത്യമായിട്ട് അളന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എത്രത്തോളം ദൂരത്ത് ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു തിയറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള തെളിവുകളുടെ കാര്യമാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും. ഈ ഡയറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ലഭ്യമാകുന്നത് ഇത്തരത്തിൽ മാൻഡിലിൻ്റെയും കോറിൻ്റെയും ഒക്കെ ഓരോ സാമ്പിൾ ലഭ്യമാകുമ്പോഴാണ്. പക്ഷേ നമ്മളെ കൊണ്ട് അത് സാധ്യമാകുമോ? സാധ്യമാകില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ആദ്യം പറഞ്ഞ കോള സൂപ്പർ ഡീപ്പ് അത് പണിതിട്ട് ഒരുപാട് വർഷങ്ങളാകുന്നു. 1970-കൾ തുടങ്ങിയ പണിയാണ്. 20 വർഷത്തോളം വേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അതിന് 20 വർഷത്തോളം വേണ്ടി വന്നത്? അതിൻ്റെ കാരണം പരാജയങ്ങൾ തന്നെയാണ്. അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഗർത്തം കുഴിച്ചത്. പല സമയങ്ങളിലായിട്ട് ആ ഗർത്തം കുഴിക്കാനായിട്ട് ഉപയോഗിച്ച മെഷീനുകൾക്ക് കേട് സംഭവിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ശക്തമായിട്ടുള്ള ഒരു താപനിലയും ഉണ്ടായിരുന്നു. ആ താപനിലയിൽ ഈ മെഷീനുകൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും സാധ്യമായില്ല. പക്ഷേ ആ സാങ്കേതികവിദ്യ എത്രത്തോളം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി ഒരുപാട് മാറിയിരിക്കുന്നു. ചൈനയും ഒരുപാട് മാറിയിരിക്കുന്നു. അന്നത്തെ ചൈനയല്ല ഇന്നത്തെ ചൈന. ഇന്നത്തെ ചൈന ഭാവിയിൽ അമേരിക്കയെ പോലും കടത്തിവെട്ടാൻ പോകുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ പോലും സ്ഥാപിക്കാൻ സാധ്യമായിരിക്കുന്നു. ആ ചൈനയ്ക്ക് ഈ 12 കിലോമീറ്ററിനേക്കാൾ താഴ്ചയുള്ള വലിയ ഗർത്തങ്ങൾ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും സാധ്യമാകുന്നതാണ്. പക്ഷേ അവരുടെ ഒബ്ജക്റ്റീവിൽ ആ കാര്യങ്ങളൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ അളവിലുള്ള താപനില തന്നെയാണ്.
കോളാർ സൂപ്പർ ഡീപ്പിൻ്റെ കാര്യം പറഞ്ഞു. 12 കിലോമീറ്റർ വരെയാണ് അത് പോയത്. 12 കിലോമീറ്റർ എത്തിയപ്പോൾ അതിന് ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നിർത്തേണ്ടി വന്നു. അതിൻ്റെ കാരണം അവിടുത്തെ 180 ഡിഗ്രി സെൽഷ്യസ് എന്ന അതിശക്തമായിട്ടുള്ള താപനിലയാണ്. അത്രയും താപനിലയിൽ അവരുടെ ആ മെഷീന് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ മെഷീൻ്റെ ആ ഡ്രില്ലറിൻ്റെ അറ്റത്തുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും ഉരുകി പോവുകയാണ് ചെയ്തത്. അതിനെല്ലാം പുറമെ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. 1990കളുടെ ആദ്യ ഘട്ടത്തിലാണ് അവർ ഈ പദ്ധതി അവസാനിപ്പിക്കുന്നത്. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ തന്നെ തകർന്ന് ഇല്ലാതെയാവുകയായിരുന്നു. എന്നാൽ ചൈന അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലല്ല നിലവിൽ നിൽക്കുന്നത്. അവരുടെ പക്കൽ വലിയ അളവിലുള്ള പണം തന്നെ ഉണ്ട്. അത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ട് തന്നെ വരികയാണ്. സാങ്കേതിക വിദ്യയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയാത്ത ചില രഹസ്യ മിഷനുകളും അവരുടെ പക്കൽ ഉണ്ടായിരിക്കാം. അതിൻ്റെ കാരണം ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത തന്നെയാണ്. ഇതിനെല്ലാം പുറമെ 20 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നിധി തന്നെയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിധി എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വർണമോ പണമോ ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ വളരെയധികം അമൂല്യമായിട്ടുള്ള ഒരു നിധിയുണ്ട്. അത് ഊർജ്ജമാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രാജ്യം അതായിരിക്കും ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള രാജ്യമായിട്ട് മാറുക. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലൂടെയൊക്കെ നിരവധി ഊർജ്ജം വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഇന്ത്യ സോളാർ പാനലിലും വിൻഡ് മില്ലും ഒക്കെ കൂടുതൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ക്ലീനായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ അളവ് വളരെയധികം കുറവാണ്. പക്ഷേ ഈ 20 കിലോമീറ്റർ താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൂപ്പർ ക്രിട്ടിക്കൽ ജിയോ തെർമൽ എനർജി ലഭ്യമാകുന്നതാണ്. ക്ലീൻ ആയിട്ടുള്ള എനർജിയാണ്, വലിയ അളവിലുള്ള ഊർജ്ജമാണ്. ആ ഊർജ്ജം ചൈന സ്വന്തമാക്കാൻ പോവുകയാണ്. അവരുടെ ഈ ഗർത്തമുണ്ടാക്കുന്ന പദ്ധതിയിൽ, ഈ പ്രോജക്റ്റിൽ തീർച്ചയായിട്ടും ഇതും ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം അവർക്കത് വെളിയിൽ പറയാൻ സാധിക്കില്ല. കാരണം പരാജയമുണ്ടാകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. ചൈന നടത്തുന്ന മിക്ക മിഷനുകളിലും ഇത്തരത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. മറ്റു രാജ്യങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളും അവർ പബ്ലിഷ് ചെയ്യാറില്ല. ഇന്ത്യ ഒരു മിഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പബ്ലിഷ് ചെയ്യും. ചന്ദ്രയാൻ മിഷൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ അവിടെ നേടിയെടുക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നതാണ്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നാസ ഒരു മിഷൻ നടത്തിയാലും അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കാണുകയില്ല. എല്ലാം പ്രസിദ്ധീകരിക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ ജനാധിപത്യ രാജ്യങ്ങളാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചൈന ഒരു ജനാധിപത്യ രാജ്യമല്ല. അവർക്ക് പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് ചോദ്യം ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇതെന്തിനായിരിക്കണം അവർ ഒളിച്ചു വയ്ക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം പരാജയ ഭീതി തന്നെയാണ്. പരാജയം ഉണ്ടാവാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കി അത് പരാജയപ്പെട്ടു എന്ന് പുറം ലോകത്തെ അറിയിക്കുന്നത് ചൈനയ്ക്ക് ഒരു വലിയ കുറച്ചിൽ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത്. ഇത്രയും വലിയൊരു ഗർത്തം അവർ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം കൂടെ ഉള്ളിലേക്ക് കുറേ കൂടെ താഴ്ചയിലുള്ള ഒരു ഗർത്തം കുഴിച്ച് ഈ സ്വർണ്ണ ഖനി തന്നെ സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നതാണ്. അതിന് അധികം നാളൊന്നും വേണ്ടി വരികയില്ല. കുറച്ചു കാലം കൂടി കാത്തിരുന്നാൽ നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശരിക്കും ഇത് എല്ലാ രാജ്യങ്ങൾക്കും അനുഗ്രഹമാകുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. ജിയോ തെർമൽ ഊർജ്ജം അത് ചൈന മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കുകയായിരിക്കും ചെയ്യുക, അവർക്ക് സർപ്ലസ് ആയിട്ടുണ്ടാകുന്ന സമയത്ത് മാത്രം. പക്ഷേ അതിനുപരിയായിട്ട് നമുക്ക് ഒരുപാട് കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഭൂമിയുടെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടെത്തലുകൾ. 12 കിലോമീറ്റർ മാത്രം താഴ്ചയുള്ള കോളാർ സൂപ്പർ ഡീപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ 12 കിലോമീറ്റർ കുഴിച്ചു പോയപ്പോൾ തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കുറേ തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ 20 കിലോമീറ്ററിലേക്ക് പോവുകയാണെങ്കിൽ, വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഗർത്തങ്ങൾ കുഴിക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ ശാസ്ത്രങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളെയും പൊളിച്ചെഴുതുന്നതുമാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ പദ്ധതി ശരിക്കും വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ്. എന്തായാലും നമുക്ക് ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം.